എല്ലാവർക്കും നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദിവസവും പാരായണം ചെയ്താൽ ആ ഭഗവാന്റെ അനുഗ്രഹം എപ്പോഴും നമ്മളുടെ കൂടെ ഉണ്ടാവും. ഈ സംസാരമാകുന്ന ഈ സാഗരത്തിൽ വിഷയസുഖങ്ങളിൽ മുഴുകി ജീവിക്കുന്ന നമ്മൾ ഓരോരുത്തർക്കും മനസ്സമാധാനം ഇല്ല എന്നുള്ളതാണ് നമ്മുടെ എല്ലാവരുടെയും പ്രശ്നം. അനവധി ദുഃഖങ്ങളിൽ മുഴുകി നമ്മുടെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഇതിൽ നിന്നെല്ലാം നമ്മൾക്ക് രക്ഷ നേടണമെങ്കിൽ ഒരേ ഒരു വഴിയേ ഉള്ളൂ: ഭഗവാനെ ഉപാസിക്കുക. ഈ കലിയുഗത്തിൽ പ്രത്യക്ഷമായിട്ട് നമ്മുടെ മുമ്പിലുള്ളതാണ് ശ്രീമദ് ഭാഗവതം. ഭഗവാൻ പ്രത്യക്ഷ രൂപത്തിൽ നമ്മുടെ മുമ്പിൽ അവതരിച്ചതാണ് ശ്രീമദ് ഭാഗവതം. ആ ഭാഗവതം ദിവസവും പാരായണം ചെയ്യാൻ സാധിച്ചാൽ അത് തന്നെയാണ് ഏറ്റവും വലിയ സുകൃതം. ഇന്നത്തെ കാലഘട്ടത്തിൽ പലർക്കുമുള്ള സംശയമാണ്: എങ്ങനെയാണ് ശ്രീമദ് ഭാഗവതം വായിക്കുക, പാരായണം ചെയ്യുക? അതിന് സംസ്കൃതമൊക്കെ പഠിക്കേണ്ടേ? അല്ലെങ്കിൽ അനവധി അറിവുകളൊക്കെ വേണ്ടേ? ഭഗവാനെ സംബന്ധിച്ച് ഭക്തിയോടുകൂടി എന്ത് കാര്യം ചെയ്താലും ഭഗവാൻ സ്വീകരിക്കും. അപ്പം ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് എന്താണ്? സമർപ്പണ ഭാവമാണ് നമുക്ക് ഉണ്ടാവേണ്ടത്. ഭാഗവതം പാരായണം ചെയ്യാൻ തുടങ്ങുന്നതിന് മുന്നേ ആദ്യം എന്താണ് വേണ്ടത്? പൂർണ്ണമായ സമർപ്പണ മനോഭാവം. ആ ഭാവത്തോടു കൂടി ഭഗവാന് സമർപ്പിച്ചുകൊണ്ട് പാരായണം ആരംഭിക്കുക. തെറ്റും ശരിയൊക്കെ മാനുഷിക ഭാവമാണ്. തെറ്റിപ്പോവോ, ഇനി അതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ, അങ്ങനെയൊന്നും വിചാരിക്കേണ്ട. എല്ലാം ഭഗവാനെ സമർപ്പിച്ചുകൊണ്ട് ഭാഗവതം പാരായണം ആരംഭിക്കുക. അത് എങ്ങനെ പാരായണം ചെയ്യണമെന്നത് ഒരു ഗുരുനാഥൻ്റെ അടുത്ത് നിന്ന് മനസ്സിലാക്കി പാരായണം ചെയ്യാൻ ശ്രമിക്കുക. ആ ഭാഗവതം ആകെ 335 അധ്യായങ്ങളിലാണ് ശ്രീമദ് ഭാഗവതം ഉള്ളത്. ഭാഗവതം തുടങ്ങുന്നതിന് മുന്നേ വന്ദന ശ്ലോകം ചൊല്ലി ദിവസവും ഓരോ അധ്യായം വീതം പാരായണം ചെയ്താൽ 335 ദിവസങ്ങളെ കൊണ്ട് പൂർണ്ണമായിട്ട് ആ ഭാഗവതം സമ്പൂർണ്ണമായിട്ട് പാരായണം ചെയ്യാൻ സാധിക്കും. ദിവസവും ഓരോ അധ്യായം, ഒരധ്യായം ഏകദേശം ഒരു 10 മിനിറ്റ് എടുക്കും. അങ്ങനെ ദിവസവും ഓരോ അധ്യായങ്ങൾ പാരായണം ചെയ്താൽ മതി. അപ്പം ആദ്യമായിട്ട് പാരായണം ചെയ്യുമ്പോൾ വന്ദന ശ്ലോകമാണ് ഏറ്റവും ആദ്യം ചൊല്ലേണ്ടത്. ആ വന്ദന ശ്ലോകം ചൊല്ലുന്നതിന് മുന്നേ ആയിട്ട് ആ ഭാഗവതത്തിൻ്റെ സന്ദേശം ഒന്ന് പറയാം. അസാരേ സംസാരേ വിഷയ വിഷസംഘാകുലധിയ ക്ഷണാർത്ഥം ക്ഷേമാർത്ഥം പിപത ശുകഗാധാതുലസുധാം കിമർത്ഥം വ്യർത്ഥം ഭോ പ്രചതകുപതേ കുത്സിതകതേ പരീക്ഷിത് സാക്ഷി യശ്രവണഗതമുക്ത്യുക്തികഥനേ. ആ ഭാഗവതം നമുക്ക് പറഞ്ഞു തരികയാണ്. ഈ സംസാര സാഗരത്തിൽ അനവധി വിഷയസുഖങ്ങളിൽ മുഴുകി യാതൊരുവിധ കാര്യവും ഇല്ലാത്ത കാര്യത്തിന് വേണ്ടി ലഹളയൊക്കെ കൂടി ഒരു അർത്ഥവുമില്ലാത്ത കാര്യത്തിന് വേണ്ടി നമ്മൾ ചിലവാക്കുന്ന സമയം അത് ഭഗവാനിലേക്കായ മനസ്സ് ഭഗവാനിലേക്ക് അർപ്പിക്കാൻ സാധിക്കുക. അതെല്ലാവർക്കൊന്നും സാധിക്കില്ല. ഭഗവാന്റെ അനുഗ്രഹമുള്ളവർക്കേ അത് സാധിക്കുള്ളൂ. ആ ഭാഗവതം എന്ന് ഉച്ചരിക്കാൻ പോലും നമുക്ക് സാധിക്കണമെങ്കിൽ ഭഗവാന്റെ അനുഗ്രഹം വേണം. അതിനിതാ പരീക്ഷിത്തിൻ്റെ സാക്ഷിയായിട്ട്, പരീക്ഷിത്ത് തന്നെ തൻ്റെ ആ സാക്ഷിഭാവത്തിൽ ഉള്ളതാണ്. പരീക്ഷിത്തിൻ്റെ കഥയാണ്, ആ മുക്തി നേടിയ ആ കഥയാണ് നമുക്ക് ശ്രീമദ് ഭാഗവതം പറഞ്ഞു തരുന്നത്. ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം, ഇതൊരു കഥയാണല്ലോ, ഈ കഥയൊക്കെ വായിച്ചിട്ട് എന്താ കാര്യം എന്നല്ല. ഭാഗവതത്തിൻ്റെ തത്വത്തെ നമ്മളുടെ ജീവിതത്തിൽ, ഇന്നുള്ള നമ്മുടെ ജീവിതത്തിലേക്ക്
ഉൾക്കൊണ്ടുകൊണ്ട് അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി തീർത്താൽ നമ്മൾക്ക് യാതൊരുവിധ ദുഃഖങ്ങളോ ദുരിതങ്ങളോ ഒന്നും തന്നെ നമ്മളെ ബാധിക്കില്ല. വിഷയസുഖങ്ങൾ നമ്മളെ ബാധിക്കില്ല. അതാണ് ഭാഗവതം നമുക്ക് തരുന്നത്. അപ്പം ഭാഗവതം വായിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പലർക്കുമുള്ള സംശയമാണ്, പല കാര്യങ്ങളും ചെയ്യാൻ പറ്റുമോ, അതൊന്നും ചെയ്യാൻ പറ്റില്ലേ, ഇങ്ങനെയൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഭാഗവതം തന്നെ മാഹാത്മ്യത്തിൽ പറയുന്നു, സദാ സേവ്യ ശ്രീമദ് ഭാഗവതീ കഥ. ഭഗവാനെ സദാസമയത്തും സേവിക്കാം. അവിടെ മാനുഷികമായിരിക്കുന്ന നിയമങ്ങളൊന്നും തന്നെ ബാധകമല്ല. ഭഗവാനെ സംബന്ധിച്ച് നമ്മൾക്കാണ് നിയമങ്ങളൊക്കെ ഉള്ളത്. ഇന്ന സമയത്ത് വായിക്കാവൂ, ഇന്ന സമയത്ത് വായിക്കരുത്. അതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ്? മനുഷ്യൻ ഉണ്ടാക്കിയ നിയമങ്ങളാണ്. അത് കൃത്യമായിട്ട് നടപ്പിലാക്കാൻ വേണ്ടിയിട്ട്. ആ നിയമം വേണ്ടാന്നല്ല കേട്ടോ പറഞ്ഞത്. ഇനി അത് അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. ആ നിയമങ്ങളൊക്കെ വേണം. അത് തുടക്കത്തിൽ നിയമത്തിലൂടെ തന്നെ നമുക്ക് അതിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുള്ളൂ. അപ്പം ഭാഗവതത്തേക്ക് കടക്കണ സമയത്ത് ആദ്യമായിട്ട് നമുക്ക് എന്ത് കാര്യം ചെയ്യുമ്പോൾ കുറച്ച് നിയമങ്ങളൊക്കെ വേണം. ആ നിയമങ്ങളൊക്കെ തുടങ്ങി അതിലൂടെ തന്നെ നമുക്ക് ആരംഭിക്കാൻ സാധിക്കുള്ളൂ. പക്ഷേ ആത്യന്തികമായിട്ട് എന്താണ് നമ്മളുടെ ലക്ഷ്യം? ഭഗവാനിലേക്ക് എത്തിച്ചേർന്ന് ഭഗവാനായി തീരുക. അതാണ് ആത്യന്തികമായിരിക്കുന്ന ലക്ഷ്യം. ആ ലക്ഷ്യത്തിലേക്ക് കടക്കുന്നതിന് വേണ്ടിയാണ് നമ്മളിതാ ആരംഭിക്കുകയാണ്. അവിടെ പറയുന്നു, മറ്റുള്ള ആവശ്യമില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ചിട്ട് ഈ ജീവിതം വ്യർത്ഥമാക്കി തീർക്കാതിരിക്കുക. ഭഗവാനെ മനസ്സുകൊണ്ട് പൂർണ്ണമായി സമർപ്പിച്ച് ഭഗവാനെ തന്നെ ശരണം പ്രാപിക്കൂ. ആരാണ് നമുക്ക് ആശ്രയമായിട്ടുള്ളത്? ഭഗവാൻ മാത്രമേ ഉള്ളൂ എന്ന് ഭാഗവതം കൃത്യമായിട്ട് നമുക്ക് കാണിച്ചു തരുന്നു. നമ്മളൊക്കെ വിചാരിക്കും നമ്മളൊക്കെ അനവധി ആൾക്കാർ നമ്മളെ സഹായിക്കാനുണ്ടാവും, ഇതൊക്കെ വെറുതെയാണ്, അതൊക്കെ താൽക്കാലികം മാത്രമാണ്. ആത്യന്തികമായിട്ട് നമ്മളെ ആരെ സഹായിക്കാനുണ്ടാവുള്ളൂ? ഭഗവാൻ മാത്രമേ ഉള്ളൂ എന്നുള്ള ഉറപ്പാണ് നമുക്ക് ഉണ്ടാവേണ്ടത്, വിശ്വാസമല്ല. വിശ്വാസം എന്ന് പറഞ്ഞാൽ ആദ്യം നമുക്ക് ഭഗവാനെ വിശ്വസിക്കണം. ഭഗവാനെ വിശ്വസിച്ചാലേ നമുക്ക് ഭഗവാന്റെ അടുത്തേക്ക് പോകാൻ പറ്റുള്ളൂ. നമുക്ക് ഭഗവാനോടൊരു ഇഷ്ടം തോന്നണം. ആ ഇഷ്ടത്തിലൂടെയാണ് ഭക്തി, പ്രേമം, ആ ഭാവത്തിലൂടെയാണ് നമ്മൾ ഭഗവാന്റെ അടുത്തേക്ക് ചെല്ലാൻ സാധിക്കുള്ളൂ. അപ്പോൾ നമുക്ക് ആദ്യം വേണ്ടത് എന്താ? ഒരു ഇഷ്ടം, പിന്നെ ഭഗവാനിലൊരു വിശ്വാസം. ആ വിശ്വാസം കഴിഞ്ഞ അടുത്ത തലമുണ്ട്. എന്താ? ഭഗവാനെ അറിയുക. ഭഗവാനെ അറിഞ്ഞു കഴിഞ്ഞാലോ ഭഗവാനെ അടുത്തേക്ക് നമ്മളെത്തും. വൈകാരിക ഭാവത്തോടു കൂടി ഭഗവാന്റെ അടുത്തേക്ക് എത്തും. അതും കഴിഞ്ഞ് ആ വൈകാരിക ഭാവം മാറ്റി കഴിഞ്ഞാലോ ഭഗവാനും ഞാനും എന്നുള്ള ഭാവത്തേക്ക് എത്തും. അതും കഴിഞ്ഞാലോ ഭഗവാൻ തന്നെയാണ് ഞാൻ എന്നുള്ള ഭാവത്തേക്ക് എത്തും. പിന്നെയോ ഭഗവാനായി തീരും. ഇങ്ങനെയാണ് ആ ഭാഗവതത്തിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ ഭഗവാനിലേക്ക് എത്തിച്ചേരുക. അപ്പം ഓരോരോ പടികൾ കയറിയാണ് നമ്മൾ അങ്ങോട്ട് എത്തുക. ഇതിൽ ആദ്യത്തെ പടിയാണ് ഇന്ന് നമ്മളൊക്കെ ഉള്ളത് തന്നെയാണ്, വിശ്വാസികൾ എന്ന് പറയില്ലേ, അതാണ് ആദ്യത്തെ തലാണ്. ആദ്യം വേണ്ടതാണ് ഭഗവാനിലൊരു വിശ്വാസം ഉണ്ടാവുക. പിന്നീടോ ആ വിശ്വാസം ക്രമേണ ഭഗവാനിലേക്ക് അടുക്കുമ്പോൾ വിശ്വസിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഉറപ്പായി തീരും. ഭഗവാനെ നമുക്ക് അറിയാൻ സാധിക്കും, അനുഭവിക്കാൻ സാധിക്കും. നമുക്ക് ഉറപ്പില്ലാത്തൊരു കാര്യമാണ് നമ്മൾ എന്ത് ചെയ്യുക? വിശ്വസിക്കുക. നമുക്ക് ഉറപ്പായി കഴിഞ്ഞാലോ പിന്നെ നമ്മൾ വിശ്വസിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഭഗവാൻ ഉണ്ട് എന്നുള്ള ഉറപ്പായി കഴിഞ്ഞാൽ നമ്മൾ അതിന് വേണ്ടിയിട്ട് വിശ്വസിക്കേണ്ട വിഷയമൊന്നുമില്ല. അപ്പം ഭഗവാനിലേക്ക് അടുക്കും തോറും ഭഗവാനെ അറിയാൻ നമുക്ക് സാധിക്കും. അപ്പം ആദ്യം ആ വന്ദന ശ്ലോകം ചൊല്ലുക. ശ്രീമദ് ഭാഗവത്തിൽ ആദ്യത്തെ പേജിൽ തന്നെയുണ്ട് വന്ദന ശ്ലോകങ്ങൾ. അത് ഭഗവാനെ മനസ്സുകൊണ്ട് ധ്യാനിച്ചിട്ട് വേണം ആരംഭിക്കാൻ. ശുക്ലാം ഭരതരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. നമ്മൾ ഏതൊരു കാര്യം ആരംഭിക്കുമ്പോഴും യാതൊരുവിധ വിഘ്നങ്ങളും ഇല്ലാതിരിക്കാനാണ് ഗണപതിയെ സ്മരിക്കും, വിഘ്നേശ്വരനെ നമ്മൾ സ്മരിക്കും. നമ്മളെ ആ സനാതനധർമ്മത്തിൻ്റെ ഒരു പ്രാധാന്യം അതാണ്. ആദ്യം നമ്മൾ ആ ഗണപതി, ഗുരു വന്ദനം എങ്ങനെയാണ് എന്ത് കാര്യം തുടങ്ങുമ്പോഴും ചെയ്യുക. പിന്നെയോ ഗുരുവിനെ സ്മരിക്കും. ഗുരു എന്ന് പറഞ്ഞാൽ ആരാണ്? നമുക്ക് അറിവ് പ്രദാനം ചെയ്യുന്നത് ആരോ അതെല്ലാം ഗുരുനാഥന്മാരാണ്. കേവലം ഒരു വ്യക്തികൾ മാത്രമല്ല. ഈ കാണുന്ന പ്രപഞ്ചത്തിലുള്ള
അനവധി ഗുരുക്കന്മാർ നമുക്ക് അതൊക്കെ ഭാഗവതം ക്രമേണയായിട്ട് നമുക്ക് പറഞ്ഞു തരും. ആരൊക്കെയാണ് നമ്മളുടെ ഗുരുനാഥന്മാർ എന്ന് പറഞ്ഞു തരും. ഇങ്ങനെയുള്ള ഈ ഗുരുപരമ്പരകളെ മുഴുവൻ നമുക്ക് അറിവ് തരുന്ന ആരാണ്? ചെറു കുട്ടിയായിരിക്കാം, കൊച്ചു കുട്ടിയായിരിക്കാം, മൃഗങ്ങളായിരിക്കാം, വസ്തുക്കളായിരിക്കാം, ഈ പ്രപഞ്ചത്തിലെ പഞ്ചഭൂതങ്ങളായിരിക്കുന്ന ഏതിൽ നിന്നും നമുക്ക് അറിവ് നേടാം. ഇങ്ങനെ അറിവ് നൽകുന്നവരെല്ലാവരെയാണ് ഗുരുനാഥൻ എന്നുള്ള ആ ഒരു ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലാണ്ട് ഒരു വ്യക്തിയെ മാത്രമായിട്ട് ചുരുക്കരുത്. അപ്പോൾ അതാ ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ആ ദക്ഷിണാമൂർത്തിയെ നമ്മൾ വന്ദിക്കുന്നു. പിന്നീട് ഭാഗവതത്തിൻ്റെ ആദ്യത്തെ പ്രഥമസ്കന്ധത്തിലെ ആദ്യത്തെ ശ്ലോകം. ജന്മാദ്യസ്യ യതൊന്നയാതി തരതശ്ചാർത്തേഷഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവയേ മുഹ്യന്തി യസ്സൂരയാ തേജോ വാരിമൃദാം യഥാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാ ദാംനാ സ്വേന സദാ നിരസ്തഗുഹകം സത്യം പരം ധീമഹി. സത്യം പരം ധീമഹി. സത്യം പരം ധീമഹി. നമ്മളെല്ലാവരെയും പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന ആരാണോ നമുക്കറിയില്ല. തുടക്കമാണ്, നമുക്കറിയില്ല ആരാണ് നമ്മളെ എല്ലാവരെയും പരിപാലിച്ച് ഈ പ്രപഞ്ചത്തെ മുഴുവൻ നിലനിർത്തുന്നത് ആരാണോ അതാണ് ആ പരമമായ സത്യം, പാരമാർത്ഥികമായിരിക്കുന്ന സത്യം. അതിന് യാതൊരുവിധ മാറ്റമോ ഒന്നും തന്നെ ഇല്ല. ആ പ്രകാശിച്ചു കൊണ്ടിരിക്കുന്ന ആ ഭഗവാനെ നമസ്കരിച്ചുകൊണ്ടാണ് ശ്രീമദ് ഭാഗവതം ആരംഭിക്കുന്നത്. ഇങ്ങനെയുള്ള വന്ദന ശ്ലോകങ്ങളാണ് ആദ്യം ജപിച്ചിട്ട് വേണം ശ്രീമദ് ഭാഗവതം പാരായണം ചെയ്യാൻ ആരംഭിക്കേണ്ടത്. പിന്നീട് അടുത്ത വന്ദന ശ്ലോകമാണ്. ധർമ്മപ്രോജ്ജിതകൈതവോത്ര പരമോ നിർമ്മത്സരാണാം സതാം വേദ്യം വാസ്തവമത്ര വസ്തു ശിവതം താപത്രയോന്മൂലനം ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരൈരീശ്വര സദ്യോ ഹൃദ്യവരുദ്യതേ എത്ര കൃതുഭിഃ ശുശ്രൂഷുഭിസ്തക്ഷണാത് നിഗമകൽപ്പതരോർഗളിതം ഫലം ശുകമുഖാദമൃതദ്രവസംയുതം പിപത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭുവി ഭാവുകാഃ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേ. യം പ്രവ്രജന്തമനുപേതമപേതകൃത്യം ദ്വൈപായനോ വിരഹകാതര ആജുഹാവ പുത്രേതി തന്മയതയാ തരവോപി നേതുസ്ത്വം സർവഭൂതഹൃദയം മുനിമാനതോസ്മി. യസ്വാനുഭാവമഖിലശ്രുതിസാരമേകമധ്യാത്മദീപമതിതിദീർഷതാം തമോന്ധം സംസാരിണാം കരുണയാഃ പുരാണഗുഹ്യം തം വ്യാസസൂനുപയാമി ഗുരും മുനീനാം. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. യം ബ്രഹ്മാ വരുണേന്ദ്രരുദ്രമരുതസ്തുന്വന്തി ദിവ്യൈഃ സ്തവൈർവേദൈഃ സാംഗപദക്രമോപനിഷദൈർഗായന്തി യം സാമഗാഃ. ധ്യാനാവസ്ഥിതതദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാന്തം ന വിദുഃ സുരാസുരഗണാ ദേവായ തസ്മൈ നമഃ. കോമളം കൂജയൻ വേണും
ശ്യാമളോയം കുമാരക വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ ഭൂതൈർമഹദ്ഭിര്യ ഇമാഃ പുരോ വിഭുർന്നു നിർമായ ശേതേയതമൂഷ പൂരുഷ ഭുങ്ക്തേ ഗുണാൻ ഷോഡശാത്മക സോലം കൃഷിഷ്ട ഭഗവാൻ വജാംസി മേ കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവത് കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനി പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ആ ഭഗവാനെ നമസ്കരിച്ചുകൊണ്ട് വന്ദിച്ചുകൊണ്ട് വന്ദന ശ്ലോകങ്ങൾ ചൊല്ലിയിട്ട് വേണം ശ്രീമദ് ഭാഗവതം ആരംഭിക്കാൻ. അപ്പം നമ്മൾക്ക് ഈ അറിവില്ല അല്ലെങ്കിൽ തെറ്റിപ്പോവോ ഇങ്ങനെയൊന്നും ആദ്യമേ നമ്മൾ പേടിക്കാൻ പാടില്ല. ഭഗവാന്റെ അടുത്തേക്ക് പോകുമ്പോൾ എന്തിനാ പേടിക്കുന്നത്? നമ്മൾ ഭഗവാനെ എന്തിനാ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പം എല്ലാവർക്കും പേടിയാണ് ഇതൊക്കെ ചെല്ലുമ്പോൾ തെറ്റിപ്പോവോ. തെറ്റൊക്കെ മാനുഷികമായിരിക്കുന്ന കാര്യങ്ങളാണ്. അതൊക്കെ തെറ്റിയിട്ട് തന്നെ നമുക്ക് ശരിയാക്കിയാൽ മതിയല്ലോ. അത് തെറ്റിപ്പോവെന്ന് വിചാരിച്ചിട്ട് അക്ഷരം തെറ്റിപ്പോയി, ഇനിയിപ്പോൾ എന്താ ചെയ്യുക? അങ്ങനെ പേടിക്കൊന്നും വേണ്ട. അത് നേരെയാക്കി എടുത്താൽ മതി. അപ്പോൾ സുഖമായിട്ടത് വായിക്കാൻ പറ്റും. ദിവസവും പാരായണം ചെയ്താലേ നമുക്ക് വായിക്കാൻ സാധിക്കുള്ളൂ. പാരായണം ദിവസവും മുടങ്ങാണ്ട് ചെല്ലണം. അതിനു വേണ്ടിയിട്ടാണ് ദിവസവും പാരായണം ചെയ്യാൻ പറയുന്നത്. ദിവസം സാധകം ചെയ്താലല്ലേ നന്നായി പാടാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ പോലെ ദിവസവും പാരായണം ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് അത് ആ അക്ഷരങ്ങൾ ഇറങ്ങി വരും. അപ്പോൾ കൃത്യമായിട്ട് നമുക്ക് ചൊല്ലാൻ സാധിക്കും. അപ്പോൾ അങ്ങനെ എല്ലാവർക്കും ചൊല്ലാൻ പറ്റും. ഭാഗവതം ഇന്ന ആൾക്കാർക്ക് ചൊല്ലാൻ പറ്റൂ അങ്ങനെയൊന്നുമില്ല. ഭഗവാനെ മനസ്സുകൊണ്ട് സമർപ്പിച്ചുകൊണ്ട് ആർക്ക് വേണമെങ്കിലും ചൊല്ലാം ശ്രീമദ് ഭാഗവതം. അല്ലാണ്ട് കുറച്ച് ആൾക്കാർക്ക് മാത്രം ചൊല്ലാം അങ്ങനെയില്ല. നമ്മളെപ്പോഴും ഭഗവാനെ ആദ്യം തന്നെ ഒരു ഇഷ്ടമാണ് ഭഗവാനോട് ഉണ്ടാവേണ്ടത്. ആ ഭഗവാനോട് കാരണം ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇന്ന് ഈ സമൂഹത്തിൽ ഏറ്റവും വലിയ വിഷമം എന്താ? നമ്മൾ പറയുന്നതൊന്നും കേൾക്കാൻ ആരുമില്ല. നമ്മുടെ വിഷമങ്ങൾ പറഞ്ഞാൽ പോലും ആർക്കും കേൾക്കാൻ പോലും താല്പര്യമില്ല. എന്നാലോ ഭഗവാൻ അങ്ങനെയല്ല. നമ്മൾ എന്ത് കാര്യം പറഞ്ഞാലും ഭഗവാൻ കേൾക്കും. നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഭഗവാൻ തരും. കാരണം എന്താ? നമ്മളെ രക്ഷിക്കാൻ ഒരേ ഒരാൾക്കേ സാധിക്കുള്ളൂ, ഭഗവാനെ മാത്രമേ സാധിക്കുള്ളൂ. നമ്മൾ വിചാരിക്കും അച്ഛനുണ്ട്, അമ്മ ഉണ്ട്, ഇല്ലേ കൂട്ടുകാരുണ്ട്, ബന്ധുക്കളുണ്ട്, മറ്റുള്ള ആൾക്കാരുണ്ട്, സുഖ സൗകര്യങ്ങളുണ്ട്, പണമുണ്ട്, ധാരാളം സമ്പത്തുണ്ട്. ഇതൊക്കെ ഉണ്ടായിട്ട് വല്ല കാര്യമുണ്ടോ? ഇതൊക്കെ ഉണ്ടായിട്ട് പോലും നമുക്ക് മനസമാധാനമൊന്നും കിട്ടില്ല. നമ്മൾ തെറ്റിദ്ധരിക്കുക അതൊക്കെ ഉണ്ട് എല്ലാം ആയി എന്നാണ് വിചാരിക്കുന്നത്. ഇതൊന്നും ഉണ്ടായിട്ടൊന്നും താൽക്കാലികമായ കാര്യങ്ങളൊക്കെ നടക്കുമെന്നല്ലാണ്ട് ആത്യന്തികമായിരിക്കണ കാര്യങ്ങളൊന്നും നടക്കില്ല. താൽക്കാലിക സുഖം മാത്രമേ നമുക്ക് ലഭിക്കുള്ളൂ. ആ സുഖം കിട്ടി അനുനിമിഷം തന്നെ അത് ദുഃഖമായിട്ട് തീരും. പലർക്കും പല പല ദുഃഖങ്ങളാണ്. പൈസ ഇല്ലാത്ത ആൾക്ക് എന്താ ദുഃഖം? പൈസ ഇല്ലല്ലോ എന്നുള്ള ദുഃഖം. കുടുംബമായിട്ട് ജീവിക്കുമ്പോൾ ചിലർക്ക് മക്കളില്ലാത്തതുകൊണ്ട് അവർക്ക് മക്കളില്ലാത്ത ദുഃഖം. മക്കൾ ഉണ്ടായിട്ട് മക്കളെ കൊണ്ടുള്ള ദുഃഖം. മക്കൾക്ക് അച്ഛനമ്മമാരെ കൊണ്ടുള്ള ദുഃഖം. അച്ഛനമ്മമാർക്ക് മക്കളെ കൊണ്ടുള്ള ദുഃഖം. ഇങ്ങനെ അല്ലെ സുഹൃത്തുക്കളെ കൊണ്ടുള്ള ദുഃഖം, അല്ലെ ഭാര്യയ്ക്ക് ഭർത്താവിനെ കൊണ്ടുള്ള ദുഃഖം, അല്ലെ ഭർത്താവിന് ഭാര്യയെ കൊണ്ട്, അല്ലെ ഭാര്യയ്ക്ക് ഭർത്താവ്, ഇങ്ങനെ തിരിച്ചും മറിച്ചും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള സുഖ ദുഃഖങ്ങൾ അടങ്ങിയിട്ടാണ് നമ്മുടെ ജീവിതം ഇങ്ങനെ മുന്നോട്ട് പോകുന്നത്. അപ്പം അങ്ങനെ ജീവിച്ച് തീർക്കേണ്ടതല്ല നമ്മുടെ ജീവിതം. നമ്മൾ ഓരോരുത്തർക്കും ഓരോ ലക്ഷ്യമുണ്ട്. എന്തിനാണ് നമ്മൾ ജീവിതം ആരംഭിക്കുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ജനിച്ചത്? ഈ ജനിച്ച് കഴിഞ്ഞാൽ നമ്മളാരും തീരുമാനിച്ചതല്ല. നമ്മളെന്തായാലും ജനിച്ചു കഴിഞ്ഞു. ഇനി ജനിച്ചിട്ട് എന്താ ചെയ്യേണ്ടത്? ഇവിടെ ഇങ്ങനെ രാവിലെ ആവുന്നു, എഴുന്നേൽക്കണു, ഭക്ഷണം കഴിക്കണു, കുറച്ച് നേരം സന്തോഷമായിട്ട് നടക്കണു, വീണ്ടും കിടന്നുറങ്ങണു. ഇങ്ങനെ ജീവിതം ആകെ എടുത്തു നോക്കിയാൽ പകുതിയോളം നമ്മൾ ഉറങ്ങി തീർക്കുകയാണ് ചെയ്യുന്നത്.
ഇങ്ങനെ അനാവശ്യമായിട്ട് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗം മുഴുവൻ ഇല്ലാതെ നമ്മൾ ഇല്ലായ്മ ചെയ്യുന്നുണ്ട്. അപ്പോൾ വളരെ കുറച്ച് സമയം നമുക്ക് ഈ ഭൂമിയിൽ ജീവിതം തന്നെ ഉള്ളൂ. അങ്ങനെയുള്ള ആ ജീവിതത്തെ നമ്മൾ വേണ്ടും വണ്ണം ഉപയോഗിക്കണം. അതാർക്കും അറിയില്ല എങ്ങനെയാണ് ജീവിതം മുന്നോട്ട് ജീവിക്കേണ്ടത്. ഈ അറിവാണ് നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഈ അറിവ് കിട്ടുന്നില്ല എന്ന് പറഞ്ഞതിൻ്റെ കാരണക്കാരനാരാ? നമ്മൾ തന്നെയാണ്. നമുക്ക് വേണ്ട എല്ലാ അറിവും ഈ പ്രപഞ്ചത്തിലുണ്ട്. അത് കണ്ടെത്തുകയാണ് നമ്മൾ വേണ്ടത്. അതാണ് വേദാന്തമൊക്കെ പറയുന്നത്. നീതി എന്ന് പറയുന്നത് അതാണ്. നമുക്ക് വേണ്ട അറിവ് ഈ പ്രപഞ്ചത്തിലുണ്ട്. എന്താണോ നമുക്ക് ആവശ്യം അതിനു വേണ്ടി നമ്മൾ ഇറങ്ങിത്തിരിച്ചാൽ നമുക്കത് എന്തായാലും കിട്ടും. ഇപ്പോൾ പൈസ ഇല്ല എന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും പൈസ കിട്ടില്ല. പൈസ ഉണ്ട് എന്ന് ചിന്തിക്കൂ. കാരണം എന്താ? എനിക്കൊന്നുമില്ല എന്ന് ചിന്തിക്കേണ്ട. ഈ ലോകം എൻ്റേതാണെന്ന് ചിന്തിച്ചാൽ മതി. അവിടെ തീർന്നു. എനിക്കൊന്നുമില്ല എന്ന് പറഞ്ഞാൽ ലോകം വേറെ ഞാൻ വേറെ എന്നുള്ള ചിന്ത വന്നതുകൊണ്ടാണ്. ഈ ലോകം തന്നെ എൻ്റേതാണെന്ന് ചിന്തിച്ചു നോക്കൂ. അപ്പം നമുക്ക് പ്രശ്നമില്ലല്ലോ. ലോകത്തുള്ള സകലതും എൻ്റേത് തന്നെയാണ്. ആ എൻ്റേത് എന്ന് പറയണ ഈ ഞാനാരാണ്? അതാണ് ഭാഗവതം നമുക്ക് പറഞ്ഞു തരുന്നത്. ആ ഭാഗവതത്തിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ ഭഗവാന്റെ അടുത്തേക്ക് എത്തും നമ്മൾ. അപ്പോൾ നമുക്ക് മനസ്സിലാവും ഈ കാണുന്നതെല്ലാം ഭഗവാനാണ് എന്ന് തിരിച്ചറിവുണ്ടാവും, ഉറപ്പുണ്ടാവും നമുക്ക്. ഇത് നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് വാദപ്രതിവാദത്തിനോ ഒന്നുമല്ല. നമ്മുടെ സനാതന ധർമ്മത്തിൻ്റെയൊക്കെ പ്രത്യേകത അതാണ്. ഭാഗവതം ആയിക്കോട്ടെ മറ്റുള്ള എല്ലാ പുരാണങ്ങളും നമുക്ക് പറഞ്ഞു തരുന്നതാണ്. നമ്മൾ ആരുടെയെങ്കിലും വിദ്വേഷത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ലഹള കൂടാനോ ഒന്നുമല്ല. നമ്മൾക്ക് ആ ആത്യന്തികമായിരിക്കുന്ന സത്യത്തെ അറിയുകയാണ് ഇവിടെ ചെയ്യുന്നുള്ളൂ. അതിനൊരു രസകരമായ ഒരു കഥ പറയാറുണ്ട്. 3 പേരിങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുക. ഒരു മരുഭൂമി പോലത്തെ സ്ഥലത്ത് കൂടെ ഇങ്ങനെ പോവുക. അപ്പം അങ്ങനെ കുറേ അങ്ങോട്ട് ദൂരം നടന്നു പോയപ്പം ഒരു വലിയൊരു മതിൽ പോലെ കണ്ടു. അപ്പോൾ ഇവർക്ക് ആകെ ക്ഷീണിച്ച് വെള്ളമൊന്നും കിട്ടിയില്ല. ആകെ വിഷമായി. എങ്ങനെയാണ് അവിടെ നിന്നൊന്നും രക്ഷപ്പെടണമല്ലോ. അപ്പോൾ ഒരാൾ പറഞ്ഞു ഞാനൊന്ന് അപ്പുറത്ത് പോകാമെന്ന് പറഞ്ഞിട്ട് ആദ്യത്തെ ഒരാൾ വേഗം ആ മതിലൊക്കെ എങ്ങനെയൊക്കെയോ പിടിച്ച് കയറി അപ്പുറത്തേക്ക് പോയി. അയാൾ ആ വഴിക്ക് അങ്ങോട്ട് പോയി. കുറച്ച് നേരം ഈ ബാക്കിയുള്ള 2 പേരും ഇങ്ങനെ കാത്തിരുന്നു. അപ്പോൾ അയാൾ എന്തായാലും അങ്ങനെ രക്ഷപ്പെട്ട് പോയി എന്നാണ് തോന്നുന്നത്. അപ്പം അങ്ങനെ രണ്ടാമത്തെ ആളും പോയി എൻ്റെ മുകളിൽ കയറി അപ്പുറത്തേക്ക് നോക്കി. അതാ അവിടെ അനവധി വെള്ളമുണ്ട്, എല്ലാ ഫലങ്ങളും എല്ലാം കഴിക്കാനുള്ളതും എല്ലാ സുഖസൗകര്യങ്ങളും അപ്പുറത്തുണ്ട്. അപ്പോൾ അയാൾ എന്ത് ചെയ്തു? തിരിഞ്ഞ് നിന്നിട്ട് ഈ താഴത്ത് നിൽക്കുന്ന ആളോട് പറഞ്ഞു, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ വർണ്ണിച്ചു കൊടുത്തു. ഇവിടെ ഇന്ന സൗകര്യങ്ങളൊക്കെ ഉണ്ട്, അതുകൊണ്ട് ഇങ്ങോട്ട് വന്നോളൂ, ഇവിടെ എല്ലാ സുഖങ്ങളും ഉണ്ട്, അതാണ് അപ്പോൾ ഇവിടെയാണ് ഏറ്റവും നല്ല സ്ഥലം എന്ന് പറഞ്ഞ് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് അയാൾ പോവുകയും ചെയ്തു. ഇനി 3ാമത്തെ ആളുണ്ടല്ലോ, അപ്പം അയാൾ എന്ത് ചെയ്തു? അപ്പം അപ്പുറത്തെ കാര്യങ്ങളൊക്കെ ഈ മുകളിൽ നിന്നിട്ട് മറ്റേ ആൾ പറഞ്ഞു കൊടുത്തല്ലോ. അപ്പോൾ അയാൾ വേഗം അവിടെ ഇരുന്നു. അപ്പോൾ എന്നെ കുറച്ച് കഴിയുമ്പോൾ പിന്നാലെ വേറെയും കുറേ ആൾക്കാർ ഇങ്ങനെ വരുമല്ലോ. അപ്പോൾ വരുന്ന ആൾക്കാരൊക്കെ അവിടെ പിടിച്ചിരുത്തി പറഞ്ഞു കൊടുക്കുക, ഇതിൻ്റെ അപ്പുറത്ത് എന്താ അറിയോ, ഇന്ന കാര്യങ്ങളാണ്. ഇവരങ്ങോട്ട് പറഞ്ഞയക്കില്ല, ഇവിടെ ഇരുത്തി കഥ പറഞ്ഞു കൊടുക്കുക. അപ്പോൾ ഇതിൽ ഈ കഥയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇതിൽ ആദ്യം പോയ ആൾക്കാരുണ്ട്, നമുക്കറിയില്ല. ഈ അനവധി കോടാനുകൂടി ആൾക്കാർ, അനവധി ജന്മങ്ങൾ നമ്മളെ മുമ്പുള്ള ആൾക്കാരൊക്കെ ജീവിച്ചിട്ടുണ്ട്. അതിലുള്ള എത്രയോ മഹാന്മാക്കൾ അവർ ആത്മജ്ഞാനം നേടി അവരങ്ങനെയായിട്ട് പോയിട്ടുണ്ട്. അതാണ് ആദ്യത്തെ ആൾ. ഇനി 2ാമത്തെ ആൾക്കാരുണ്ട്. അങ്ങനെയുള്ള ആൾക്കാരാണ് നമുക്ക് ഇന്ന് കാണുന്ന ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നത്. അവരത് അന്വേഷിച്ച് അവർക്കത് കിട്ടുകയും ചെയ്തു. മാത്രമല്ല പിന്നാലെ വരുന്ന ആൾക്കാർക്ക് തിരിഞ്ഞിരുന്ന് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. ഉദാഹരണമൊക്കെ പറഞ്ഞാൽ ശങ്കരാചാര്യരും ശ്രീനാരായണ ഗുരുദേവനും തുടങ്ങിയ മഹാത്മാക്കളും എല്ലാവരും അവരൊക്കെ ആ 2ാമത്തെ കാറ്റഗറിയിൽ പെടുത്താം. മറ്റ് ആദ്യത്തെ ആൾക്കാരെ പേര് പോലും നമുക്കറിയില്ല. അങ്ങനെ അനവധി മഹാത്മാക്കൾ പോയിട്ടുണ്ട്. 2ാമത്തെ ആൾക്കാരെയാണ് നമുക്കറിയാം, അവർ നമുക്ക് പറഞ്ഞു തന്ന ആൾക്കാരാണ്. ഇനി ഇപ്പോഴുള്ള ആൾക്കാരുണ്ട്, അവർക്ക് ആത്മജ്ഞാനം നേടിയിട്ടുണ്ടാവില്ല. ഈ കേട്ടറിവ് വെച്ചിട്ട് എല്ലാം ആയി എന്നുള്ള ധാരണയോടുകൂടി മുന്നോട്ട് പോവുക. അങ്ങനെയല്ല. അപ്പോൾ നമ്മൾ മനസ്സിലായി, ഈ പറഞ്ഞതിൻ്റെ അർത്ഥം നമ്മൾ ഏതൊരു വിഷയം നമ്മൾ പഠിക്കുകയാണെങ്കിലും വെറുതെ പഠിച്ചാൽ പോരാ, നമ്മളുടെ ജീവിതത്തിലും കൂടി അത് ഇംപ്ലിമെൻ്റ് ചെയ്യണം. അപ്പം ഭാഗവത തത്വത്തെ നമ്മുടെ ജീവിതത്തിലേക്ക് ഇംപ്ലിമെൻ്റ് ചെയ്യണം. അതിനാണ് ഭാഗവതം നമ്മൾ പാരായണം ചെയ്യണം, അത് മനസ്സിലാക്കണം എന്ന് പറയുന്നത്. വെറുതെ ഇങ്ങനെ പാരായണം ചെയ്തുകൊണ്ട് മാത്രം കാര്യമില്ല.
അതിലെ തത്വങ്ങൾ നമ്മൾ മനസ്സിലാക്കുക. അനവധി സപ്താഹങ്ങളൊക്കെ എല്ലാവരും കേട്ടിട്ടുണ്ട്, കേൾക്കലേ ഉണ്ടായുള്ളൂ. അവനവൻ്റെ ജീവിതത്തിലേക്ക് അതെടുക്കൂ. അപ്പോഴാണ് നമുക്ക് ആ മാറ്റം നമുക്കറിയാൻ സാധിക്കും. അങ്ങനെ എല്ലാവരും ആ ഭാഗവത സന്ദേശം ഈ ലോകത്തെ മുഴുവൻ എല്ലാവർക്കും അത് അറിഞ്ഞു കഴിഞ്ഞാൽ അപ്പം ഏറ്റവും നല്ല കാര്യമാണ്. അതിനെല്ലാവർക്കും സാധിക്കട്ടെ. അതിനെന്ത് വേണം? ഭഗവാന്റെ അനുഗ്രഹം വേണം. ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവണേ എന്ത് വേണം? മേൽപ്പത്തൂരിന് ഈ നാരായണീയ മുഴുവൻ എഴുതി അവസാനത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട്, നിത്യം ചിത്തസ്ഥിതം മേ. അതാണ് ഭഗവാനെ നമുക്ക് നമ്മുടെ മനസ്സിൽ ദിവസവും പ്രതിഷ്ഠിച്ച് അവിടെ നിലനിർത്താൻ സാധിക്കണം. ഭഗവാൻ അങ്ങനെയാ. നമ്മൾ ഭഗവാനെ വേണ്ടാന്ന് വെച്ചാൽ ഭഗവാൻ നമ്മളെയും വേണ്ട. അപ്പം എന്ത് ചെയ്യണം? ഭഗവാനെ എന്നും അങ്ങേ സ്മരിക്കുന്നുണ്ട്. നിത്യം ചിത്തസ്ഥിതം മേ. എന്നും ഭഗവാൻ നമ്മുടെ മനസ്സിൽ ഉണ്ടാവണം, എന്നിട്ടേ കാര്യമുള്ളൂ. അല്ലാണ്ട് നമുക്ക് എന്തെങ്കിലും കാര്യം നേടാൻ മാത്രമായിട്ട് ഭഗവാന്റെ അടുത്തേക്ക് പോയിട്ട് കാര്യമില്ല. അപ്പം എന്ത് വേണം? നമുക്ക് യാതൊരുവിധ കാര്യം വേണ്ട, ആഗ്രഹങ്ങളൊന്നും ഇല്ല ഭഗവാനെ. ഒരേ ഒരു കാര്യമേ ഉള്ളൂ, അങ്ങ് എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടാവണം. ഭഗവാൻ ഉണ്ടെങ്കിൽ പിന്നെ നമ്മളെന്തിനാ പേടിക്കണത്? നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ തന്നെ ഭഗവാൻ നമുക്ക് തരും. പിന്നെന്തിനാ നമ്മൾ മറ്റുള്ള കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ച് വേവലാതിപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പം എന്ത് ചെയ്യണം? എപ്പോഴും ഭഗവാനെ സ്മരിക്കുക. അപ്പോൾ ഇന്ന് മുതൽ തന്നെ ആരംഭിക്കുക. ആ മന്ത്രശ്ലോകങ്ങളൊക്കെ ശ്ലോകങ്ങളൊക്കെ ദിവസവും ചെല്ലുക. എന്നിട്ട് ഓരോ അധ്യായങ്ങളായിട്ട് പാരായണം ചെയ്ത് തുടങ്ങുക. മലയാളത്തിലുള്ള അക്ഷരത്തിലുള്ളതൊക്കെ ഉണ്ടാവും. പിന്നെ സംസ്കൃതം അറിയില്ല എന്നുള്ള ഒരു വിഷയം ഉണ്ടാവും. അത് സാരമില്ല. തുടക്കത്തിൽ അങ്ങനെയൊക്കെ അതിങ്ങനെ ക്രമേണ വായിക്കുമ്പം അപ്പം നമുക്കത് എന്താണെന്ന് അറിയാൻ ഒരാഗ്രഹം ഉണ്ടാവും. അത് പഠിക്കണം എന്നുള്ള തോന്നും. അപ്പോൾ സംസ്കൃതം പഠിക്കാൻ തോന്നും. അപ്പം നമ്മൾ സ്വാഭാവികമായിട്ട് ആ ഭാഷ പഠിക്കും. അപ്പോൾ അതിൻ്റെ ഉള്ള പ്രാധാന്യമൊക്കെ മനസ്സിലാക്കി വായിക്കാൻ വേണ്ടിയിട്ട് കൂടുതൽ ആഗ്രഹം വരുമ്പോഴാണ് അതൊക്കെ കൂടുതലായിട്ട് പഠിച്ചോളും. അപ്പോൾ തുടക്കം തന്നെ പേടിച്ചിട്ട് എനിക്ക് വായിക്കാൻ പറ്റില്ല എന്ന് വിചാരിക്കേണ്ട. തെറ്റൊക്കെ ഉണ്ടാവും, അത് സാരമില്ല, ഒക്കെ ഭഗവാൻ ക്ഷമിച്ചോളും. അതാണ് അമരപ്രഭു കേട്ടില്ലേ? ഭഗവാൻ അങ്ങനെയാണ്. ഭക്തിയാണ്. ഭക്തി ഉണ്ടോയെന്നേ ഭഗവാൻ നോക്കുകയുള്ളൂ. പാണ്ഡിത്യം ഉണ്ടോയെന്നൊന്നുമില്ല ഭഗവാൻ നോക്കുക. എന്താ നോക്കുക? നിങ്ങളുടെ ഉള്ളിൽ ഭക്തി ഉണ്ടോ എന്നാണ്. ഭക്തിരസമാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. ഈ കലിയുഗത്തിൽ നമുക്ക് ഭഗവാനിലേക്ക് എത്താൻ ഇത്രയും എളുപ്പ വഴി വേറെ ഇല്ല. മറ്റുള്ള യോഗങ്ങളൊക്കെയാണ് അനവധി മന്ത്രങ്ങളും യാഗങ്ങളൊക്കെ നടത്തേണ്ടിയിരുന്നത്. ഈ കലിയുഗത്തിൽ അതൊന്നും വേണ്ട. രാവിലെ കുളിച്ചില്ല എന്ന് വിചാരിച്ചിട്ട് പേടിക്കൊന്നും വേണ്ട. ഭഗവാനെ സ്മരിക്കാൻ ഈ കുളിക്കണം എന്നൊന്നുമില്ല. അതാണ് ഭാഗവതം തന്നെ കൃത്യമായിട്ട് പറഞ്ഞത്. സദാസേവ്യ. എപ്പോഴും ഭഗവാനെ സ്മരിക്കാനാണ് പറഞ്ഞത്. എപ്പോഴും ഭാഗവതം സ്മരിക്കാനാണ് പറഞ്ഞത്. അല്ലാണ്ട് കുളിച്ച് കഴിഞ്ഞ് ഭാഗവതം സ്മരിക്കുക അങ്ങനെ പറഞ്ഞിട്ടില്ല. അല്ലെങ്കിൽ കുളിക്കാണ്ട് ജപിക്കരുതെന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. അതെന്താണ്? നിയമമാണ്. അത് നമ്മളുണ്ടാക്കിയ നിയമം. നമ്മൾ എന്തൊരു കാര്യം ചെയ്യുമ്പോൾ അതിനൊരു നിയമം വേണം. അല്ലെങ്കിൽ അത് ഒരു വ്യവസ്ഥ ഇല്ലാണ്ട് ആയിപ്പോൾ. അപ്പോൾ വ്യവസ്ഥയ്ക്ക് വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. അവനവൻ്റെ ആ ഒരു ആത്മസാക്ഷാത്കാരത്തിലേക്ക് പോകുമ്പം ഈ നിയമങ്ങളൊന്നും അവിടെ ബാധകമല്ല. കാരണം എന്താ? ക്രമേണ ഇതൊക്കെ ഒഴിവാക്കേണ്ടതാണ്. അപ്പോൾ നമ്മുടെ മനസ്സിൻ്റെ തലം എവിടെയാണ് അതിനെ ആശ്രയിച്ചിരിക്കും ഈ നിയമത്തിൻ്റെ ഒക്കെ കാര്യം. കാരണം എന്താ? ഇത് നമ്മൾ മറ്റുള്ളവർക്ക് ബോധ്യപ്പെടുത്താനല്ല. എന്തിനാണ്? അവനവൻ്റെ ഉള്ളിലുള്ള ആ സത്യത്തെ അറിയുകയാണ് ചെയ്യുന്നത്. അത് നമുക്ക് മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കാനോ അല്ലെങ്കിൽ ഇന്നതാണ് എന്ന് പറയാനോ സാധിക്കില്ല. അപ്പോൾ അതാണ് ഇവിടുത്തെ ഒരു വിഷയം. ഇന്നതാണ് ഭഗവാൻ എന്ന് നമുക്ക് കാണിച്ചു കൊടുക്കാൻ സാധിക്കില്ല. അതെങ്ങനെയാ പറ്റുക? അവനവന് സ്വയം കാണാനേ സാധിക്കുള്ളൂ. അതാണ് ഭഗവാന്റെ ഒരു പ്രത്യേകത. ഒന്ന് ആലോചിച്ച് നോക്കൂ. നമുക്ക് മറ്റൊരാൾക്ക് എത്ര വലിയ ആചാരനാണെങ്കിലും പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കാൻ സാധിക്കില്ല. അതിനെന്താ വഴി? ഇന്ന കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറയാനേ പറ്റുള്ളൂ. അതിലൂടെ പോയാതെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഭഗവാനെ കാണാൻ സാധിക്കുള്ളൂ. അപ്പം എനിക്ക് ഭഗവാനെ കാണാൻ സാധിച്ചു. അത് ഇങ്ങനെയാണ് എന്ന്, ഇന്നതാണ് ഭഗവാൻ എന്ന് നിങ്ങളോട് പറഞ്ഞു തരാൻ എനിക്ക് പറ്റില്ല. എനിക്കറിയാനേ സാധിക്കുള്ളൂ. അതുപോലെ നിങ്ങൾക്ക് പറ്റും. അതിലേക്കുള്ള വഴി പറഞ്ഞു തരാൻ പറ്റും. ആ വഴിയിൽ കൂടെ പോയി നിങ്ങൾക്ക് സ്വയം ഭഗവാനെ ദർശിക്കാൻ സാധിക്കും. അങ്ങനെ എല്ലാവർക്കും സാധിക്കട്ടെ. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ. എല്ലാവർക്കും നമസ്കാരം.